ആണവോർജ്ജ പദ്ധതികൾക്ക് വേണ്ടത്ര യുറേനിയം തപ്പി ഇനി ഇന്ത്യ മറ്റൊരു രാജ്യത്തിനു മുന്നിലും കൈനീട്ടി നിൽക്കേണ്ടി വരില്ല. ഹോം അപ്ലയൻസസും കിച്ചൺ അപ്ലയൻസസും ഒക്കെ വാങ്ങുമ്പോൾ ചെറിയ തവണകളായി തിരിച്ചടയ്ക്കാനുള്ള EMI സ്കീമുകൾ മൈജി ഫ്യൂച്ചറിലുണ്ടല്ലോ. എക്സ്പീരിയൻസ് ചെയ്യാം നെക്സ്റ്റ് ലെവൽ ഷോപ്പിംഗ് മൈജി ഫ്യൂച്ചറിൽ. ഓസ്ട്രേലിയയിൽ നിന്നും ഒരു ചരിത്ര പ്രഖ്യാപനം വരികയാണ്. ഇന്ത്യക്ക് ആവശ്യമായ യുറേനിയം വിതരണം ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ട് സുപ്രധാന കരാറിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും ഇപ്പോൾ ഒപ്പുവെച്ചു കഴിഞ്ഞു. ഇന്ത്യയുമായുള്ള ആണവ സഹകരണ കരാറിന് 2015 തന്നെ തുടക്കമിട്ടിരുന്നെങ്കിൽ പോലും സാങ്കേതികവും ഭരണപരവുമായ ചില തടസ്സങ്ങൾ കാരണം യുറേനിയം കൈമാറ്റമാകട്ടെ വിപുലമായി തന്നെ നടന്നിരുന്നില്ല. ഈ കാത്തിരിപ്പിനാണ് ഇപ്പോൾ വിരാമമായിരിക്കുന്നത്. ഇനി ഈ ഒരു പുതിയ ആണവ കരാറിലൂടെ തന്നെ ഇന്ത്യയുടെ സിവിൽ ആണവ പദ്ധതിക്ക് ആവശ്യമായ യുറേനിയം ഓസ്ട്രേലിയ വാണിജ്യ അടിസ്ഥാനത്തിൽ തന്നെ ലഭ്യമാക്കും. മെൽബണിൽ നടന്ന ഉഭയകക്ഷി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബാനീസും സംയുക്തമായി തന്നെയാണ് ഈ സുപ്രധാന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾക്കും മേൽനോട്ടത്തിനും വിധേയമായി തന്നെ പൂർണ്ണമായും സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കും ഈ യുറേനിയം ഉപയോഗിക്കുക എന്നതാണ് ഇരു രാജ്യങ്ങളും ഇപ്പോൾ സംയുക്ത പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുമാത്രമല്ല, ഇന്ത്യയുമായുള്ള ആണവ സഹകരണ കരാറിന് 2015 തന്നെ തുടക്കമിട്ടിരുന്നെങ്കിൽ പോലും സാങ്കേതികവും ഭരണപരവുമായ ചില തടസ്സങ്ങൾ കാരണം യുറേനിയം കൈമാറ്റം വിപുലമായി നടന്നിരുന്നില്ല. എന്നാൽ മെൽബണിൽ വെച്ച് ഇരു നേതാക്കളും ഒപ്പുവെച്ച പുതിയ പ്രവർത്തന സജ്ജീകരണ ഉടമ്പടിയോടുകൂടി തന്നെ ഈ തടസ്സങ്ങളെല്ലാം തന്നെ നീങ്ങുകയും യുറേനിയം ഇറക്കുമതിയുമായുള്ള ഒരു വഴി അത് പൂർണ്ണമായും തുറക്കപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. ആണവോർജ്ജ മേഖലയിലെ ഈ പുതിയ കരാർ ഇന്ത്യയുടെ പരിസ്ഥിതി സൗഹാർദ്ദ ഊർജ്ജ ലക്ഷ്യങ്ങൾക്ക് പുതിയൊരു ഉണർവ് നൽകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ പറയുകയും ചെയ്തിട്ടുണ്ട്. കാർബൺ ഉദ്വമനം കുറയ്ക്കുകയും അതുപോലെ തന്നെ പുനരുപയോഗ ഊർജ്ജ ഉൽപാദനം വർദ്ധിപ്പിക്കുകയുമുള്ള അതിനുള്ള ശ്രമങ്ങൾ, ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ നിന്നുള്ള യുറേനിയം വലിയൊരു ഇന്ധനമായി തന്നെ ഇവിടെ മാറുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ സമുദ്ര സുരക്ഷ, പ്രതിരോധം, അത്യാധുനിക സാങ്കേതിക വിദ്യകൾ എന്നിവ ഉൾപ്പെടെയുള്ള മേഖലകളിലും സഹകരണം വിപുലമാക്കാൻ ഇരു രാജ്യങ്ങളും ഇവിടെ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി തന്നെ ഇരു രാജ്യങ്ങളും ചേർന്നുകൊണ്ട് ഡിഫൻസ് ഇന്നോവേഷൻ കോറിഡോർ, അതുപോലെ തന്നെ സൈബർ ക്രിട്ടിക്കൽ ടെക്നോളജി പങ്കാളിത്തം, പുനരുപയോഗ ഊർജ്ജ സംക്രമണത്തെ പിന്തുണയ്ക്കുന്നതിനായി തന്നെ ക്രിട്ടിക്കൽ മെറ്റൽസ് കോറിഡോർ എന്നിവയും ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേപോലെ ഇലക്ട്രോണിക് വാഹനങ്ങളുടെയും അത്യാധുനിക ബാറ്ററികളുടെയും നിർമ്മാണത്തിന് ആവശ്യമായ ലിഥിയം, കൊബാൾട്ട് തുടങ്ങിയ തന്ത്രപ്രധാന ധാതുക്കളുടെ സുരക്ഷിതമായ വിതരണ ശൃംഖല ഉറപ്പാക്കാൻ ഈ ഇടനാഴി ഇന്ത്യയെ സഹായിക്കും. ഇതുകൂടാതെ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക സഹകരണ കരാറും ഉഭയകക്ഷി നിക്ഷേപ ഉടമ്പടിയും വേഗത്തിലാക്കാൻ ഇരു നേതാക്കളും ധാരണയിലെത്തിയിട്ടുണ്ട് എന്നതാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.